ഹായ് മക്കളെ, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റാണ്. സെറ്റ് വളരെ ഈസിയാണ്. അതുപോലെ നമുക്ക് അതിനകത്ത് വലിയ ഡെഫിനിഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നോട്ട്സുകളോ ഒന്നും പഠിക്കാനില്ല. വളരെ ചെറിയ ഒരു ടോപ്പിക്കും അതിനകത്തുനിന്നും വളരെ കുറഞ്ഞ മാർക്കുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അതിനകത്ത് എപ്പോഴും ചോദിക്കുന്ന ഇന്റർസെക്ഷൻ, യൂണിയൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം ചോദിച്ച് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സെറ്റിനകത്ത് ലെവൽ 1 ടോപ്പിക്കാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് സെറ്റ് എന്ന് പറയുന്നത്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം വസ്തുക്കളെയോ ആശയങ്ങളെയോ ചിഹ്നങ്ങളെയോ ആണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു സംശയം വരും, എന്താണ് വ്യക്തത എന്ന് പറയാം. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ കുട്ടികൾ, ഇപ്പൊ നമ്മൾ രാവിലെ കഴിച്ച ഫുഡ്, നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണം, ഈവൺ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, പ്രൈം നമ്പർ, ഇതെല്ലാം വ്യക്തതയുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടികളെ ചോദിക്കുകയാണ്, ഏറ്റവും ഭംഗിയുള്ള കുട്ടി അല്ലെങ്കിൽ സുന്ദരിയായ കുട്ടി അല്ലെങ്കിൽ സുന്ദരനായ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? ഇന്നയാളെന്ന് സമ്മതിക്കുമോ? ഇല്ല, അതിനൊരു വ്യക്തതയില്ല. അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടി, ഇത് പറഞ്ഞാൽ നമുക്ക് വ്യക്തതയില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ അതിന് വ്യക്തതയില്ലെങ്കിൽ അത് സെറ്റ് ആവില്ല. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഒരു കൂട്ടം വസ്തുക്കളെയോ ആശയങ്ങളെയോ നമ്മൾ സെറ്റ് എന്ന് പറയുന്ന നൊട്ടേഷനകത്ത് നമ്മൾ എഴുതും. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം വസ്തുക്കളെയോ ആശയങ്ങളെയോ ആണ് സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഓതേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓതേഴ്സ്, ഏറ്റവും നല്ല ടെസ്റ്റ്, ഇതൊന്നും നമുക്ക് വ്യക്തതയില്ല. കാരണം ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമുക്ക് അതിനൊന്നും വ്യക്തതയില്ല. ഇപ്പൊ ബുദ്ധിയുള്ളവരുടെ എണ്ണം അല്ലെങ്കിൽ സുന്ദരന്മാരുടെ എണ്ണം അല്ലെങ്കിൽ നല്ല ടെസ്റ്റ്, നല്ല ഓതേഴ്സ്, ഇതൊന്നും പറഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഒരു വ്യക്തത പറയാൻ പറ്റില്ല. പലർക്കും പല അഭിപ്രായമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതൊന്നും നമുക്ക് സെറ്റായിട്ട് വരില്ല. ഇപ്പൊ ഇവിടെ നോക്കുക, സെറ്റിന് നമ്മൾ നോട്ട് ചെയ്യുന്ന സെറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഏത് ലെറ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് സെറ്റിനെ നോട്ട് ചെയ്യാൻ പറ്റും. ആ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ വേണ്ട ഈ ഒരു ലെറ്റർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബ്രാക്കറ്റിനകത്താണ് സെറ്റ് നോട്ട് ചെയ്യുന്നത്. ഇപ്പൊ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, ഇപ്പൊ 1 2 3 എന്ന് പറഞ്ഞതൊരു സെറ്റാണ്. കാരണം ഇതിനകത്തുള്ള എലമെന്റ്സ് 1 2 3 ഇത് വ്യക്തതയുണ്ട്, അത് കറക്റ്റാണ്, നമുക്ക് അറിയാം, അത് എന്ത് പറയാൻ പറ്റും, നമുക്ക് സെറ്റാന്ന് പറയാൻ പറ്റും. അപ്പൊ സെറ്റിനകത്ത് A = 1 2 3, അതിനകത്ത് 3 എലമെന്റ്സ് ആണ് ഉള്ളത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. സെറ്റിന് B = റെഡ്, വിപ്ജിയോർ, VIBGOR. ഇപ്പൊ വിപ്ജിയോർ എന്ന വാക്കിലെ ലെറ്റേഴ്സ് നമുക്കൊരു സെറ്റായിട്ട് എഴുതാം. അല്ലെങ്കിൽ ഈവൺ നമ്പർ നമുക്കൊരു സെറ്റായിട്ട് എഴുതാം. 2 4 6 8 എക്സെട്ര. ഒരു ഈവൺ നമ്പറിന്റെ സെറ്റ്, 2ന്റെ മൾട്ടിപ്പിള്, ഇതൊക്കെ നമുക്കൊരു സെറ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതൊരു സെറ്റാണ്. നമുക്ക് വന്നേക്കണ കളറുകൾ ഒരു സെറ്റായിട്ട് എഴുതാം. ഇപ്പൊ റെഡ്, ബ്ലൂ, യെല്ലോ, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഒരു സെറ്റായിട്ട് എഴുതാം. അപ്പൊ നമുക്ക് വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം വസ്തുക്കളെയോ ആശയങ്ങളെയോ ആണ് സെറ്റ് എന്ന് പറയുന്നത്. അത് എവിടെയാണ് നമ്മൾ എഴുതുന്ന? ഒരു ഡബിൾ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ആ തന്നിരിക്കുന്ന കാര്യങ്ങളെ കോമയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ സെറ്റിനകത്ത് നമ്മൾ കോമയിട്ട് എഴുതുന്നത് നമുക്കൊരു പേരൊക്കെ പഠിക്കാനുണ്ട്. റോസ്റ്റർ ഫോം എന്നാണ് പഠിക്കുന്നത്. 2 രീതിയിലുള്ള സെറ്റാണുള്ളത്. ഒന്ന്, റോസ്റ്റർ ഫോമിൽ നമുക്ക് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് സെറ്റ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളിങ്ങനെ കോമയിട്ട് എഴുതുന്നത് നമ്മൾ പറയുന്നതാണ് റോസ്റ്റർ ഫോം എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഡെഫിനേഷൻസ് എല്ലാം പഠിച്ചതിന് ശേഷം അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്.